ഇനി ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആണവായുധത്തെക്കുറിച്ച് നോക്കാം. അതിനെ ഡെഡ് ഹാൻഡ് പെരിമീറ്റർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു ആണവ ആക്രമണത്തിന് ശേഷം ശത്രു രാജ്യം പൂർണ്ണമായി നശിച്ചാലും ആക്രമിച്ച രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യയുടെ ഓട്ടോമാറ്റിക് ആണവ സംവിധാനമാണിത്. 1945-ലും 1991-നും ഇടയിലുള്ള ശീതയുദ്ധകാലത്താണ് ഈ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത്. ഒരു രാജ്യം പെട്ടെന്ന് ഒരു ആണവ ആക്രമണം നടത്തുകയും മറ്റു രാജ്യത്തിന് പ്രതികരിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ഇതിനെ പരിഹാരം എന്തായിരിക്കും? ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് റഷ്യ ഈ സംവിധാനം സൃഷ്ടിച്ചെടുത്തത്. ഡെഡ് ഹാൻഡ് എന്നതിന്റെ പ്രത്യേകത, ശത്രുരാജ്യം റഷ്യയിൽ ഒരേ സമയം നിരവധി ആണവ മിസൈലുകൾ വർഷിക്കുകയും മുഴുവൻ റഷ്യൻ സർക്കാരെയോ സൈനിക കമാൻഡോ തുടച്ചു നീക്കപ്പെടുകയും ചെയ്താൽ പോലും ഈ സംവിധാനം സജീവമാക്കാൻ 3 പേർക്ക് മാത്രമേ ശക്തിയുള്ളൂ എന്നതാണ്. റഷ്യയുടെ കൈവശമുള്ള 1500 ബോംബുകളും യാന്ത്രികമായി വിക്ഷേപിക്കപ്പെടുകയും റഷ്യയെ ആക്രമിച്ച രാജ്യത്തിന്റെ മുകളിലായിരിക്കും ഈ മിസൈലുകൾ പതിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.